ചേച്ചിക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റുമോ എന്റെ ക്ലാസ്സിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് 100% ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും എന്നുള്ളത്? 100% ഗ്യാരൻറ്റീഡ്. അത് ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തൊരു കുട്ടി, അപ്പോൾ നീതു എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടിയുടെ പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് മദറിലോ ഈ കുട്ടിയെ തല്ലുകയൊക്കെ ചെയ്തു. ഹസ്ബൻഡിൽ നിന്ന് ഒത്തിരി ദുരനുഭവങ്ങളുണ്ടായി. അപ്പോൾ ഈ കുട്ടി അവളുടെ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ടീച്ചറമ്മ ഇങ്ങനെ, അപ്പോൾ ആ സമയത്ത് ഞാൻ 1-to-1 സെഷനെ കൊടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എന്നോട് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇങ്ങനെ എൻ്റെ പ്രശ്നങ്ങളാണ്, മദറിലോ എൻ്റെ തല്ലി എനിക്ക് ഇനി അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റില്ല, പിന്നെ ആ കുട്ടിക്ക് പിന്നെ അമ്മയില്ല, അപ്പോൾ അച്ഛൻ മാത്രമേ ഉള്ളൂ, അപ്പോൾ പ്രസവിച്ച് കിടക്കുന്ന കുട്ടിയെ നോക്കാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമാണ്, വല്ലാത്തൊരു ഡിപ്രഷൻ പോലത്തെ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും, ഞാൻ എന്ത് ചെയ്യും? അപ്പം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മക്കളെ, നിരന്തരം നീ ചിന്തിക്കുന്നത് മുഴുവൻ എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, അമ്മായിയമ്മ ഇങ്ങനെയാണ്, എൻ്റെ വീട്ടിലെ സന്തോഷമില്ല, സമാധാനം, നീ തിരിച്ച് ചിന്തിക്കുക. അവർ നിന്നെ ഒരു രാജകുമാരി പോലെ കൊണ്ട് നടക്കുന്നതും നിന്റെ ഭർത്താവിൻ്റെ വീട് ഒരു സ്വർഗ്ഗതുല്യമായ അവസ്ഥയിലേക്ക് എത്തുന്നതും ഭർത്താവ് അത്രയും നീ ആഗ്രഹിക്കുന്ന രീതിയിൽ നിന്നോട് പെരുമാറുന്നതും ഒക്കെ നീ എപ്പോഴും മനസ്സിൽ വിഷ്വലൈസ് ചെയ്യും. അങ്ങനെ അതിന് വേണ്ടുന്ന അഫർമേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാനത് കഴിഞ്ഞു, ഞാൻ അതെല്ലാം മറന്നുപോയി. ഒരു ദിവസം ഞാനിങ്ങനെ ഉച്ചയ്ക്കുള്ള 1 PM ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി വന്ന് റേസ് ആൻഡ് ഓപ്ഷൻ ഇട്ടു. ഞാൻ ആ സക്സസ് ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞത്, ടീച്ചറെ എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, ആ മക്കളെ ഓർമ്മയുണ്ട്. ടീച്ചറമ്മേ, എങ്ങനെയാ മനുഷ്യർ സ്വിച്ചിട്ട പോലെ മാറുന്നേ? എൻ്റെ ഭർത്താവ് എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ഇന്ന് ഞാൻ ഭർത്താവിൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവിൻ്റെ വീട് സ്വർഗ്ഗതുല്യമായി. മദറിൽ എന്നോട് സ്നേഹത്തോടെ പെരുമാറുന്നുണ്ട്. ഇന്ന് എനിക്ക് അത്രയും സന്തോഷവും സമാധാനമുണ്ട്. എങ്ങനെയാ ടീച്ചറമ്മയോട് നന്ദി പറയേണ്ടതെന്നറിയാം. ഇതാ ഞാൻ വീഡിയോയുടെ ഞാൻ നേരത്തെ പറഞ്ഞത്, മനുഷ്യരുടെ ലൈഫ് മാറുന്നത് ഇങ്ങനെയാണ്. ഇനി ഒരു ജീവിതമില്ല എന്ന് കരുതുന്നിടത്തുനിന്ന് തിരിച്ച് സ്വർഗ്ഗതുല്യമായ ജീവിതത്തിലേക്ക് ഏതൊരു മനുഷ്യർക്കും എത്താൻ പറ്റും.